കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് പിണറായി വിജയനായിക്കോട്ടെ, അതില്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ കെ കരുണാകരനോ എ കെ ആന്റണിയോ ആരുമായിക്കോട്ടെ, ഇനിയിപ്പോൾ വരാൻ സാധ്യതയുള്ള കുപ്പായം തുന്നിയിരിക്കുന്ന മുഖ്യമന്ത്രിമാരുണ്ട്. രമേശ് ചെന്നിത്തലയുണ്ട്, വി ഡി സതീശനുണ്ട്, കെ സുധാകരനുണ്ട്, അതേപോലെ തന്നെ ശശി തരൂരുമുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിയാകാൻ കുപ്പായം തുന്നി നിൽക്കുന്നവരും കാത്തു നിൽക്കുന്നവരും അറിയേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ മുഖ്യമന്ത്രിമാരും ക്രിസ്മസ് കഴിഞ്ഞാൽ, പുതുവത്സരം പിറന്നാൽ ഒരു വിരുന്ന് നൽകും കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്. അത് സാധാരണ നടക്കുന്ന ഒരു സംഭവമാണ്, അതൊരു കീഴ്വഴക്കമാണ്, എല്ലാ വർഷവും നടക്കുന്ന കാര്യവുമാണ്. അത് പിണറായി വിജയനല്ല, വേറൊരു മുഖ്യമന്ത്രി വന്നാലും അത് നടക്കും, അത് നടക്കണം. കാരണം അത് രാഷ്ട്രീയത്തിന് അതീതമായി ഒരു സൗഹൃദം രൂപപ്പെടുത്തിയെടുക്കാൻ, ഭരണവും പ്രതിപക്ഷവും തമ്മിലുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ, അതോടൊപ്പം തന്നെ വിവിധ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രവർത്തകരും സർക്കാരും തമ്മിലുള്ള സൗഹൃദം, മന്ത്രിമാരും മുഖ്യമന്ത്രിയും തമ്മിലുള്ള സൗഹൃദമൊക്കെ ഒന്ന് വളർത്തിയെടുക്കാനും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാനും ഒക്കെ കഴിയുന്ന ഒരു വേദിയാണ് ഈ വിരുന്നുകൾ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിരുന്നുകൾ സംഘടിപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് സർക്കാർ അനുവാദം കൊടുക്കുന്നത്, ഗവർണർക്ക് അനുവാദം കൊടുക്കുന്നത്, അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും സർക്കാർ പൈസയും അനുവാദവും നൽകുന്നത്. അതൊരു കീഴ്വഴക്കമായി തുടർന്നു പോകുന്നുണ്ട്. അത് വളരെ നല്ല കാര്യവുമാണ്. പരസ്പരം കണ്ടുമുട്ടാൻ, സംസാരിക്കാനും ഒരു വേദി ഉണ്ടാകുക എന്നത് തന്നെയാണ് ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള മാർഗവും. അതുതന്നെയാണ് ഒരു ജനാധിപത്യത്തിൻ്റെ അടിത്തറയും. ആ ജനാധിപത്യത്തിൽ രാഷ്ട്രീയമായി വിയോജിപ്പുണ്ടെങ്കിലും പക്ഷേ വ്യക്തിപരമായി ഒരു വിയോജിപ്പുമില്ലാതെ രാഷ്ട്രീയം പറഞ്ഞ് സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോകുക, അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം. അത് കാത്തു സൂക്ഷിക്കാനാണ് ഇത്തരം വിരുന്നുകൾ സംഘടിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ ഒരു നിലപാടുണ്ട്. സർക്കാർ എന്ത് നടപടിയെടുത്താലും, എന്ത് തീരുമാനമെടുത്താലും അതിനെ അങ്ങ് ബഹിഷ്കരിക്കുക. അതാണ് ആദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നവകേരള സദസ്സിൽ കെ പി ഗണേഷ് കുമാർ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് തട്ടി വിളിച്ചാൽ ചാടി എഴുന്നേറ്റ് പറയും, ഞാൻ ബഹിഷ്കരിച്ചു, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു, UDF ബഹിഷ്കരിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഏത് പരിപാടിയായാലും, ഏത് പദ്ധതിയുടെ ഉദ്ഘാടനമായാലും അത് ബഹിഷ്കരിക്കുക എന്ന നിലയിലേക്ക് തരംതാണിരിക്കുന്നു നമ്മുടെ പ്രതിപക്ഷം എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിരുന്നിലും പ്രതിപക്ഷം എത്തിയിരുന്നില്ല, UDF എത്തിയിരുന്നില്ല. UDF നേതാക്കൾ ഈ വിരുന്ന് ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ സർക്കാരിൻ്റെ കേരളീയ പരിപാടി ബഹിഷ്കരിച്ചിരുന്നു, നവകേരള സദസ്സ് ബഹിഷ്കരിച്ചിരുന്നു. നവകേരള സദസ്സ് ബഹിഷ്കരിച്ചത് മഹാനാണക്കട പ്രശ്നമായി എന്ന് അവരുടെ MLA-മാർക്ക് തന്നെ തോന്നി. അവരുടെ MLA-മാർ എന്ന് വെച്ചാൽ UDF MLA-മാർ ഉള്ള മണ്ഡലങ്ങളിൽ ഈ നവകേരള സദസ്സിനെ സ്വീകരിക്കാൻ എത്തിയ ജനക്കൂട്ടത്തെ കണ്ട് MLA-മാർ അമ്പരന്ന് പോയിട്ടുണ്ട്. അങ്ങനെ വിരളി പിടിച്ച കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ കൈകൊടിയുമായി നവകേരള ബസ്സിന് മുന്നിലേക്ക് ചാടി വീഴുകയും അങ്ങനെ സംഘർഷം സൃഷ്ടിക്കുകയും, അങ്ങനെ സംഘർഷം സൃഷ്ടിച്ചാലെങ്കിലും കുറെ ആളുകൾ പേടിച്ച് വരാതിരിക്കുമല്ലോ എന്നൊക്കെയുള്ള ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഒന്നും എവിടെയും മേശിയില്ല എന്ന് മാത്രമല്ല, ഓരോ സ്വീകരണ കേന്ദ്രം കഴിയും തോറും എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ തട്ടകത്തിൽ പോലും, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ മണ്ഡലത്തിൽ പോലും 10,000 എത്തി നവകേരള സദസ്സിൽ എന്ന് പറയുമ്പോഴാണ് നവകേരള സദസ്സിൻ്റെ വിജയം എത്രമാത്രം ഉണ്ട് എന്ന്. നവകേരള സദസ്സ് തുടങ്ങുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് ഒരു വെല്ലുവിളി നടത്തിയിരുന്നു, പിറവത്ത് കാണാമെന്ന്. ആ വെല്ലുവിളി മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നു, ശരി പിറവത്ത് കാണാമെന്ന്. അങ്ങനെ പിറവത്തെത്തിയപ്പോൾ അവിടെ കൂടിയ ജനസഞ്ചയമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കൊടുത്ത മറുപടി, സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾ കൊടുത്ത മറുപടി. ഏതായാലും അതവിടെ നിൽക്കട്ടെ, അതല്ല നമ്മുടെ വിഷയം. എന്ന് വെച്ചാൽ എല്ലാ പരിപാടിയെയും വിമർശിക്കുക, അതിനെ ബഹിഷ്കരിക്കുക എന്ന നിലയിലേക്കാണ് പോയത്. ഈ വിരുന്നും, മുഖ്യമന്ത്രി ഇന്ന് സംഘടിപ്പിച്ച വിരുന്നും പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരുന്നു. എന്നാൽ അവിടെ ഒരാൾ പങ്കെടുത്തു. അത് മറ്റാരുമല്ല, ലീഗ് MP-ആയ PV അബ്ദുൽ വഹാബാണ്. അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തു, വിരുന്നിൽ പങ്കെടുത്തു, ആദ്യാവസാനം പങ്കെടുത്തു. മുസ്ലിം ലീഗിന് ഈ വിരുന്നിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ UDF-ന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി, എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ലീഗ് പങ്കെടുത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ UDF-ന്റെ പൊതുനിലപാട്, ആ പൊതുനിലപാടിനെ കീഴ്പ്പെട്ട് പ്രവർത്തിക്കുക എന്നതാണല്ലോ ഒരു മുന്നണിയിലെ ഒരു ഘടകകക്ഷിയുടെ ഉത്തരവാദിത്വം. കോൺഗ്രസ് നിലപാടെടുക്കുകയും ആ നിലപാട് കോൺഗ്രസ് പ്രഖ്യാപിക്കുകയും ചെയ്താൽ അതും പൊതുവെ UDF-ന്റെ തീരുമാനമായി വരുന്ന ഒരവസ്ഥയുണ്ട്. ലീഗുമായി കാര്യങ്ങൾ കൂടിയാലോചിക്കുന്നില്ല എന്ന വിമർശനം ലീഗിനുണ്ട്. പക്ഷേ ലീഗിൻ്റെ മുന്നിൽ മറ്റൊരു പോംവഴിയില്ല. ലീഗിന് UDF ഒരു വലിയ ബാധ്യതയായി മാറിയിട്ടുണ്ട് എന്ന് മന്ത്രി P. രാജീവ് കഴിഞ്ഞ ദിവസം പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഈ ബാധ്യത എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ MP PV അബ്ദുൽ വഹാബ് ഈ വിരുന്നിൽ പങ്കെടുത്തു. നേരത്തെ നവകേരള സദസ്സിൽ പങ്കെടുത്ത ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കളെ തിരക്കിട്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്
അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഒരേ സസ്പെൻഷൻ, എല്ലാവർക്കും പങ്കെടുത്ത അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യുക. അങ്ങനെ സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഓഫീസുകളിൽ പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കിയിരുന്നു എന്നൊക്കെയുള്ള ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ വരികയും ചെയ്തിരുന്നു. കാരണം അത്രമാത്രം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരും നേതാക്കളുമൊക്കെ നവകേരള സദസ്സിൽ പങ്കെടുത്തിരുന്നു എന്നൊരു വസ്തുതയാണ്. അതല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഒരു സ്ഥലത്തും എത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെയും ഇനിയിപ്പോൾ അബ്ദുൽ വഹാബിനെ മുസ്ലിം ലീഗ് സസ്പെൻഡ് ചെയ്യുമോ? മുസ്ലിം ലീഗ് അച്ചടക്ക നടപടി എടുക്കുമോ? മുസ്ലിം ലീഗ് എന്ത് ചെയ്യും എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഏതായാലും പി വി അബ്ദുൽ വഹാബ് പങ്കെടുത്തു. നടപടി എടുത്തില്ലെങ്കിൽ UDF-ന്റെ പൊതു തീരുമാനത്തിന് വിരുദ്ധമായി ഒരു തീരുമാനമാണ് പി വി അബ്ദുൽ വഹാബ് മുസ്ലിം ലീഗിന്റെ MP എടുത്തിരിക്കുന്നത്. പങ്കെടുക്കരുതെന്ന് മുസ്ലിം ലീഗിന്റെ തീരുമാനമാണെങ്കിൽ സ്വാഭാവികമായും പി വി അബ്ദുൽ വഹാബിനെതിരെ നടപടി എടുക്കുമല്ലോ. നടപടി എടുത്തില്ലെങ്കിൽ പങ്കെടുക്കണം എന്നത് ലീഗിന്റെ ഒരു പൊതു തീരുമാനമായിരുന്നു എന്നും, എന്നാൽ കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി പ്രധാനപ്പെട്ട നേതാക്കളൊന്നും പങ്കെടുക്കേണ്ട എന്ന് വെച്ചാൽ കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് തങ്ങൾ പോലെയുള്ള ആളുകളൊന്നും പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിക്കുകയും ഒരു ലീഗിന്റെ പ്രതിനിധിയെ ഈ വിരുന്നിലേക്ക് അയച്ചതുമാകാം, അങ്ങനെയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീടാണ് പുറത്തു വരേണ്ടത്. ഏതായാലും നടപടി എടുത്തില്ലെങ്കിൽ സ്വാഭാവികമായും ലീഗിന്റെ അനുമതിയോടുകൂടിയാണ് പി വി അബ്ദുൽ വഹാബ് പരിപാടിയിൽ വിരുന്നിൽ പങ്കെടുത്തത് എന്ന് ഉറപ്പിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ UDF-ന്റെ പൊതു നിലപാടിനെ തള്ളിക്കൊണ്ട് മുസ്ലിം ലീഗ് രംഗത്ത് വന്നു എന്ന് പറയേണ്ടി വരും. മുസ്ലിം ലീഗിന്റെ നിലപാട് പലപ്പോഴും കോൺഗ്രസിന് വിരുദ്ധമായ ഘട്ടങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് അതിന് വഴങ്ങി നിൽക്കുകയാണ് ചെയ്യുക. കാരണം മുന്നണിയുടെ പൊതു നിലപാട് എന്ന പേരിൽ. എന്നാൽ എല്ലാ കാലത്തും അങ്ങനെ നിൽക്കാനും കഴിയില്ല. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വ്യക്തിത്വം അടിയറ വെച്ച് അങ്ങനെ നിൽക്കേണ്ടതില്ല എന്ന ചർച്ചകൾ മുസ്ലിം ലീഗിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ നീക്കം, അല്ലെങ്കിൽ ഈ പി വി അബ്ദുൽ വഹാബ് വിരുന്നിൽ പങ്കെടുത്തത് എന്ന് വേണം അനുമാനിക്കാൻ. അതല്ലെങ്കിൽ മറിച്ച് തീരുമാനമുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് നേതാക്കൾ അത് പരസ്യമായി പറയേണ്ടതുണ്ട്. പരസ്യമായി പറയുമെന്ന് പ്രതീക്ഷിക്കാം. എന്താണ് നിലപാട് എന്ന്. ഏതായാലും വിരുന്നിൽ മുസ്ലിം ലീഗിന്റെ നേതാവ് പങ്കെടുത്തിരിക്കുന്നു, പി വി അബ്ദുൽ വഹാബ് പങ്കെടുത്തിരിക്കുന്നു. അത് തന്നെയാണ് ഇന്നത്തെ ഒരു പ്രധാന രാഷ്ട്രീയ നീക്കം. ലീഗും CPM-ഉം അടുക്കുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ പൊതുവെ നടക്കുന്നതിനിടയിലാണ്, അങ്ങനെ ഇല്ല എന്ന് ലീഗ് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നതിന് ഇടെയാണ് പി വി അബ്ദുൽ വഹാബ് ഈ വിരുന്നിൽ പങ്കെടുത്തത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം.